റെയിൽവേ പ്ലാറ്റ്ഫോമിൽ യുവാവ് ആംബുലൻസ് കിട്ടാതെ മരിച്ച സംഭവത്തിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം. കേരള ഉള്ളാടൻ മഹാസഭയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധമുണ്ടായത്. 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു 26-കാരനായ ശ്രീജിത്ത് എന്ന യുവാവ് അവിടെ വേണ്ട സമയത്ത് ആംബുലൻസ് എത്താതെയൊക്കെ ചികിത്സ വൈകി മരിച്ചത്. അവൻ ഗുജറാത്തിൽ അവൻ ജോലി ചെയ്യുകയായിരുന്നു. ആ ജോലി ലീവെടുത്ത് വീട്ടിലേക്ക് വരുന്ന വഴി ട്രെയിനിൽ ഉള്ള യാത്രക്കിടെ അവന് വലിയൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ട് അവശത ഉണ്ടാകുകയാണ് ഉണ്ടായത്. ആ വിവരം റെയിൽവേ ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി ഇനി ട്രെയിൻ തൃശ്ശൂരെ സ്റ്റേഷനുള്ളൂ എന്നാണ്. അത് വളരെ പ്രതിഷേധം അർഹിക്കുന്നൊരു ഉത്തരമാണ്. ലിഷോയുടെ വിവരങ്ങളുമായി. ലിഷോ, ട്രെയിൻ വേറെ അടുത്ത സ്റ്റേഷനിൽ നിന്ന് വള്ളത്തോൾ നഗറിൽ വേണമെങ്കിൽ നിർത്തായിരുന്നു, അത് നിർത്തിയില്ല. മുളങ്ങുന്നത്താവ് സ്റ്റേഷനിലാണ് നിർത്തിയത്. അവിടെയാണെങ്കിൽ വെറും 5 മിനിറ്റ് മാത്രം ദൂരെയുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അരമണിക്കൂർ ആംബുലൻസ് കാത്തു നിൽക്കേണ്ടി വന്നു. കൃത്യമായ ആശയവിനിമയം പിഴവ് അവിടെ വ്യക്തമാണ്. ഇപ്പോൾ എങ്ങനെയാണ് പ്രതിഷേധം നടക്കുന്നത്? ഇതിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഒരു വിശദീകരണം ഇതിൽ പിന്നീട് ഉണ്ടായോ? റെയിൽവേ ആദ്യഘട്ടത്തിൽ വിശദീകരണം നൽകിയതല്ലാതെ മറ്റൊരു തരത്തിലുള്ള വിശദീകരണവും നൽകിയിട്ടില്ല. അന്ന് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് മോശമായിരുന്നു, അങ്ങോട്ടേക്ക് എത്താനായി ബുദ്ധിമുട്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ തന്നെ തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞതാണ്. ഇന്നിപ്പോൾ ഈ പ്രതിഷേധം നടന്നത്, അതായത് ഈ ശ്രീജിത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. തൃശ്ശൂർ ചാലക്കുടിക്കടുത്ത് ആണ് ഇവരുടെ ഈ എല്ലാവരും തന്നെ താമസിച്ചിരുന്നത്. ആ താമസിച്ചിരുന്ന ഇടത്ത് നിന്ന് എല്ലാവരും തന്നെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയാണ് പ്രതിഷേധിച്ച്. അരമണിക്കൂറോളം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ചികിത്സ കിട്ടാതെ, അതുപോലെ തന്നെ ഇതിലേക്ക് നേരെ ഈ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെയാണ് ശ്രീജിത്ത് മരിച്ചത്. ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പേ മരണം സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിലൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പ്രതിഷേധം നടന്നത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധം പോലീസ് തടയുകയും പിന്നീട് അവിടെ വെച്ച് പ്രതിഷേധക്കാർ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിരിയുകയുമാണ് ഉണ്ടായത്. ശരി. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.